ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് വെനസ്ഡേ വ്ളോഗാണ്. ലഞ്ച് ബോക്സ് റെസിപ്പിയിൽ നമ്മൾ ഇന്ന് ഒരു പരിപ്പ് കറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. നോർമലി പരിപ്പൊക്കെ കഴുകി വേവാൻ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം സവാള, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് മെയിനായിട്ട് നമ്മൾ മല്ലിയില എടുക്കുന്നത്. മല്ലിയില ചെറുതായിട്ട് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് നല്ലോണം വെന്ത് വരുന്നതിനുള്ളിൽ നമുക്കിതിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. സോ ആദ്യം തന്നെ ചട്ടി വെച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ വെളുത്തുള്ളി, പച്ചമുളക് ഇടുന്നുണ്ട്. അതിലേക്ക് സവാളയും കൂടിയിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ പുതിയതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. കണ്ട ഇഷ്ടം തോന്നുന്ന റെസിപ്പി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അത് പാളിപ്പോയാൽ പോവും, നന്നായി വരികയാണെങ്കിൽ നന്നായി വരും. നമുക്കിനി തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ പൊടികളായിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയായിടുന്നത് ഇതെല്ലാം കൂടി സെറ്റായി വരുമ്പോൾ നമുക്ക് നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയാണ് ഇതിൽ മെയിൻ താരം. അപ്പോൾ മല്ലിയിലയും കൂടിയിട്ട് നന്നായിട്ട് ഒരുപാട് നേരം വേണ്ട, കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി പേര് നല്ല കമൻസൊക്കെ കണ്ടപ്പോൾ ഞാൻ ട്രൈ ചെയ്തതാണ്. പക്ഷേ സംഭവം പാളിപ്പോയി. നമ്മൾ ഇനി ഇതിലേക്ക് നമ്മുടെ പരിപ്പും കൂടി ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ സ്മാഷ് ചെയ്തപ്പോൾ മല്ലിയിലയൊന്നും സ്മാഷ് ആവുന്നില്ല. കാരണം മല്ലിയില മൂത്ത് പോയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. സംഭവം ഒരു വൻ പാളിച്ചയാണ്. നമ്മൾ നോർമലി പരിപ്പ് കറി ഇങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിൽ കൂടി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവും. എനിക്കെന്തോ മല്ലിയില ഇട്ടത് സെറ്റായില്ല. സോ ഈ കറി എന്തായാലും പാളിപ്പോയിന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ വഴിയില്ലല്ലോ എന്ന് വെച്ചത് കൊണ്ട് നമ്മൾ അതെന്നെ കൂട്ടി. അത്രയ്ക്ക് മോശമല്ല, പക്ഷെ മല്ലിയില വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ നല്ല ചൂട് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂട് ചോറിട്ടിട്ട് അതിലേക്ക് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായ മല്ലിയില കറിയാണ് ആഡ് ചെയ്യുന്നത്. അതിൽ മല്ലിയില മാറ്റിയെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അത് സംഭവം മെയിനായിട്ടിട്ട മല്ലിയില തന്നെ ഫ്ലോപ്പായി പോയിന്ന് മാത്രം. പക്ഷെ പരിപ്പ് കറി നന്നായിരുന്നേ. അപ്പോൾ മല്ലിയില ഇട്ട കറിയും കൂടി നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്നിപ്പോൾ കുട്ടിക്ക് മുട്ടയാണ്, നമ്മൾ മസാല മുട്ടയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഞാൻ കുട്ടിക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസത്തേക്ക് മുട്ട കൊടുക്കാറുണ്ട്. സോ ഇപ്പോൾ ഇന്ന് മുട്ടയാണ് കുട്ടിക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുള്ളിക്കാരെന്താ യൂണിഫോമൊക്കെ മാറ്റി ഷൂ ഒക്കെ ഇട്ട് സ്കൂളിലേക്ക് പോകാൻ റെഡിയായി വരികയാണ്. ഇനി ഇയാളെ പറഞ്ഞു വിട്ടിട്ട് വേണം നമുക്ക് കിച്ചണിൽ കുറച്ചുകൂടെ വർക്ക് ബാലൻസ് ഉണ്ട്. സംഭവം പാളിപ്പോയ എന്താണ്, നമുക്ക് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഡിഷ് പാളിപ്പോയ എന്താണ്, സാരമില്ല അല്ലേ. അപ്പം നമുക്ക് ഇനിയൊരു ഡിഷ് വീണ്ടും ട്രൈ ചെയ്യാം.